ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഭീഷണന്റെ ശരണപ്രാപ്തി. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാനെത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമ രമണാതൃലോകീവദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ, രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായ മൂർത്തേ രഘുപദേ ശ്രീപദേ. നാംനാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ, ദേവിയെ കട്ടതനുചിതം നീ എന്ന് രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന് വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ. നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശാരാക്ഷസന്മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ, ഹന്തവ്യനിന്നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തൊന്ന അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ, വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരാവിഭാകരപുത്രാവരികടോ. ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും ജാമ്പവതാതി നീതിജ്ഞവരന്മാരെ. ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേച്ചു നശ്വപജാനഭി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചു വനം തന്നിൽ മേവീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേതതാ ചെന്നൊരു കാട്ടാളനെ ഇതു കൊന്നിടിനാൻ തന്നെ പക്ഷിണിയെ സുരതാന്തരേ. വന്നൊരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരെ. വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു. ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു. കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും. തന്നെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതുകൊണ്ടു വിശപ്പടങ്ങിയിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു. തന്നെ ദേഹവും നൽകിനാനമ്പോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണം ആശ്രിതരക്ഷണം. മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ.
ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി ഏതും ഇതു ചൊല്ലി മാനസേ സുഗ്രീവാദി എന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. വിഭീഷണ സ്തുതി. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമശ്ചണ്ഡകോദണ്ഡധരായ നമോ നമ. പണ്ഡിതഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യമനാദിഗ്രഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണം. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിൻ മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നിതും. അത്ര നാളേക്കും ജഗത്തൊക്കെ വേബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മന. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താൽ ഒടുക്കം അനാത്മനാം. ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവും ആദിയുമില്ലാത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ. നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയനാദയാനിധേ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ വരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ. ജ്ഞാനിഹ തോൽപാദഭക്തി നിശ്രേണിയ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യസൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ. സീതാപദേ രാമ കാരുണികോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിതപൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ളവരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപരൻ. ഒട്ടുമേതാപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ
കൃതകാമനായേനഹം. ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ തൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി ഇനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ. ചിത്തേ വിഷയസുഖാശയില്ലേതുമേ. ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തുമേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ. ഇത്തമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്ന അതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാം. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. അത്രയുമല്ല, നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം. എന്നെക്കനിവിനോട് കണ്ടതിന്റെ ഫലം ഇന്നു തന്നെ വരുത്തേണമതിന്നു നീ. ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോട് ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളോന്നിവൻ. വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയാ. ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ. ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകമമ്പോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആതിവേറിട്ടു ചെയ്തിടിനാനാദരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു. ഭേരീനിനാദം മുഴക്കിനാരും വരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവവാക്യമാകർന്ന വിഭീഷണൻ അഗ്രേചരിച്ചവനോട് ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഗൂഢസ്ഥന ആനന്ദപൂർണൻ ഏകാത്മകൻ കൂടസ്ഥന ആശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം. നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞേടിനാൻ. ശുകബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ. മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗധേയാംബുധേ. വാനരരാജമഹാകുല സംഭവ. ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരം എനിക്ക് ഏതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുട ലങ്കാപുരമടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നതെന്നോട് ഇവിടെ വന്ന അന്ധകാരം നിനച്ചീടായിക നീ വൃഥ. യുദ്ധം ശുഗോക്തികൾ കേട്ടു കപികുലമുത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനതിക്ലിഷ്ടനായി ഏറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ. രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശ മാനവ വീരാഹതോഹം പ്രപാഹിമാം. യുദ്ധം ശുഗപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാനന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോടു. ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടത് ചൊല്ലിയിടുകെന്നത് കേട്ടു സുഗ്രീവനും
ചൊല്ലിനാനാശു ശുഗനോട് സത്വരം, ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്കു കിഷ്കിന്ധയ്ക്കു, രണ്ടില്ലെന്നതിനെന്ന് ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാൻവയോദ്ഭവൻ താനുമരുൾ ചെയ്തു, വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടു ഊനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ, ഞാൻ ഉര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണം അത് കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്തഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. സേതുബന്ധനം. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയത് അങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ട എത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാചാപപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമഞ്ഞിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ. വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും ഗാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ശോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയുടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്രനക്രതിമിൽ ശഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. വരുണസ്തുതി. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശനാ ത്രാഹിമാം ത്രാഹിമാം രാമാരമാപദേ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂതവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാകർത്തുമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉത്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോഭൂതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമാദയാനിധേ. മായയാജന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിദഗ്നനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം
നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമിതേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയം അമോഘം അതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്നിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂനകാരുണ്യ സിന്ധോജകൽപതേ. ഉത്തരസ്യാം ദിശിമത്തീരഭൂതലെ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും ഭാരം ഉപദ്രവിച്ചിടുവോർ. വേഗാൽ അവിടേക്ക് അയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാൻ അതുനേരം ആമയം തേടിയിടും ആഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും ബുക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കൂലദേശവും അന്നു തൊട്ട് എത്രയും മുഖ്യജനപ്രദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക. നളനാം കപിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാതൽപരൻ എത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധേന. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ച് സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യം എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വതപാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതര കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യൻ ഇവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിപാപങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നീടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി. കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം. ഗംഗാസലിലവും കൊണ്ടുവന്ന ആദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥ. ശ്രീമത്സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടുപെടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രിപാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിത് 20 യോജന പിറ്റേന്നാൾ. 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൻ വാനരസേനയോടും ദ്രുതം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.